ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ എന്ത് ഈ പെൺകുട്ടി പുതിയൊരു ഡേ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ. അപ്പോൾ ആദ്യം തന്നെ 5 മണിക്ക് നീച്ചിട്ട് ഈ കാണുന്ന വലിയ ബോട്ടിൽ അത് ഫുള്ള് ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കണം. അപ്പോൾ അതിനുള്ള പരിശ്രമം എൻ്റെ ഈ ഒരു ഡേ ഞാനൊരു ഡയറിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ടിക്കിടണമല്ലോ. അപ്പോൾ അതിങ്ങനെ ടിക്കിടാനുള്ള ത്വരയിൽ ഞാൻ നേരത്തെ നീക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അന്തൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. എന്തോ ആലോചിച്ച് ഏതോ ഒരു ജീവിയുടെ പോലെ ഇങ്ങനെ ഇരിക്കും. ശേഷം നല്ല ഉറക്കമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കുറച്ച് ദിവസമെല്ലാം ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശീലമാവും. അങ്ങനെ കുറച്ച് നേരം എന്തൊക്കെയോ കാട്ടി അവിടെ ഇരുന്നു. അതിനുശേഷം ഇനി ഞാൻ പല്ലേച്ച് ഓവ് കൊടുത്തിട്ട് വരാം. ഗൈസ്, പല്ലേച്ച് ഓവ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആക്കി ഗൈസ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിലാണ് ഞങ്ങളുടെ ബുക്കുകളും ടൈം ടേബിൾ അനുസരിച്ച് ബാക്കി വരുന്ന ബുക്കുകളൊക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഹോംവർക്കും പഠിക്കാനുള്ള ബുക്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ പഠിക്കാനുണ്ട്, കംപ്ലീറ്റ് ആക്കാനുണ്ട് നോട്ട്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ എഴുതും. മിക്കപ്പോഴും ഞാൻ നേരത്തെ നീച്ചിട്ടാട്ടോ ചെയ്യാറ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഡയറി. എൻ്റെ ഫേവറേറ്റ് ഡയറിയാണ്. ഇതെൻ്റെ 4ാം ക്ലാസ്സിൽ ഞാൻ മീഷോ ഒന്ന് വാശി പിടിച്ച് ഓർഡർ ചെയ്ത ഒരു ഡയറിയാണ്. പക്ഷേ അതിൻ്റെ ഡെക്കറേഷനൊന്നും അത്ര രസമൊന്നുമില്ല. ഒക്കെ ഞാൻ നല്ല ചളാക്കിയിട്ടുണ്ട് ഫ്രണ്ട് പേജിലത്തെ. ആൻഡ് ഇതാണ് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ടിക്കണം. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട് വന്നാലാണ് നമ്മുടെ സ്കൂളിൽ പോയിട്ട് കുറേ സംഭവങ്ങളുണ്ടാവില്ല, അതിൻ്റെ ഇടയ്ക്ക് മിസ് ചെയ്താൽ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ടിക്ക് ചെയ്യുക അപ്പോഴാണ്. അപ്പം ഞാൻ രാവിലെ എത്ര മണിക്ക് നീച്ചു അത് ടിക്ക് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തു അത് ടിക്ക് ചെയ്യാണ്. അങ്ങനെ ടിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ശേഷം ഇനി നമ്മൾ പറയും ഇങ്ങനെ ടിക്ക് ചെയ്യണോണ്ട് ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പിന്നെ അതൊരു രസമായി തോന്നും. ഇങ്ങനെ ചെയ്യണം എന്നും ഇങ്ങനെ നീച്ചാൽ എന്നും അതിങ്ങനെ ടിക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കാമല്ലോ ഒന്ന് നമുക്കൊരു ത്വര വരും. പിന്നെ അതിനോട് ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ നീക്കാൻ തുടങ്ങും. അങ്ങനെ ടിക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നീക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഹൈലൈറ്ററൊക്കെ നല്ല കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് സ്കെയിലൈറ്റ്, ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഐഡിയ ആട്ടോ സ്കെയിലൈറ്റ് ഇങ്ങനെ ആക്കാൻ. ഓക്കെ, ഞാൻ അങ്ങനെ ഒന്നും ആക്കിയെന്നില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നമ്മൾ വെറുതെ പറയില്ലേ അങ്ങനെ വരണത്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഇത് ക്ലീൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ അത് മുതൽ ഞാൻ ഇങ്ങനെ ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ നല്ല ക്ലീനിൽ നല്ല കാര്യത്തിൽ ഒരു വര അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പാണ് ഇട്ടിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഹൈലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പെട്ടെന്ന് പഠിക്കാം. സയൻസ് കഴിഞ്ഞ് എക്സാം കഴിയുമ്പോഴത്തേനും മാത്സ് കഴിയും, മാത്സ് എക്സാം കഴിയുമ്പോഴത്തേനും ഇംഗ്ലീഷ് കഴിയും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പഠിച്ചിട്ട് തരാം. അപ്പോൾ ഗൈസ്, എൻ്റെ പഠിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ കെട്ടറുത്ത് മുകളിലോട്ട് കെട്ടിയേക്കണുണ്ട്. ഞാൻ മേലെ കഴുകാറുള്ളൂ രാവിലെ നീക്കുമ്പോൾ. പിന്നെ നമുക്ക് പോയിട്ട് യാഫിനെ വിളിക്കണം. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ യാഫിനെ വിളിച്ച് എന്താണാവോ ഇന്ന് ആദ്യമായിട്ട് അവൻ ഒറ്റ വെളിയിൽ നീച്ചിട്ടുണ്ട്. നീച്ച വഴിക്ക് തന്നെ അവൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ പോലെ തന്നെ ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞ് പിന്നെ അവിടെ കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയിട്ട് കുളിച്ചിന് ടൈം ടേബിൾ ചെക്ക് ചെയ്യണം, അയൺ ചെയ്യണം, യാഫിനെ നീപ്പിച്ചിട്ട് യാഫിനെ കുളിപ്പിച്ചെടുക്കാൻ വിചാരിച്ചാണ്. പക്ഷേ യാഫി നീച്ചില്ല, ഒരു ലൈറ്റായിട്ടാണ് നീച്ചത്. അപ്പോൾ ഇനി യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇനി ഇസ്തിരി ഇട്ടിട്ട് നമുക്കിനി കുളിക്കണം. അപ്പോൾ ഞാൻ ടൈം ടേബിളൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഞാൻ അപ്പോൾ ഒന്നും കൂടി മോൾക്ക് കെട്ടി വെക്കാം കേട്ടോ. അത് ഞാൻ കെട്ടഴിഞ്ഞാലോ വെച്ചിട്ട് അങ്ങനെ ഗൈസ് എൻ്റെ കിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ പോവാണ്. അപ്പോൾ ഷാള് നേരം പോലെ ഇട്ടിട്ടില്ല. നമുക്ക് ഓയിൽമെൻറ്റ് തേച്ച് കാട്ടത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി എന്തായാലും ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. അങ്ങനെ ഗൈസ്, സ്കൂളിൽ പോയി വന്ന് തന്നെ നല്ല ടയർഡിലാണ്, നല്ല വെയിലൊക്കെ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ സ്കൂളിലിട്ട് വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഗൈസ് എടുക്കുന്നു കരിക്കിൻ്റെ ജ്യൂസ്. ഗൈസ്
നല്ല ഫ്രഷ് കരിക്കിൻ്റെ ഉള്ളിത്തെ ഇതില്ലേ അത് നമുക്ക് ജ്യൂസായിട്ട് ഇവിടെ കിട്ടും. അപ്പം ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, അതെൻ്റെ ഐഡി കാർഡാണ് ഗൈസ്. ഞാൻ കറുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ ഡ്രസ്സ് ഗൈസ്. വെറുതെ ഷോക്ക് കാണിക്കണമെന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം പറ്റി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഗൈസ് അതിൻ്റെ മുന്നേ ഞാൻ നിസ്കരിച്ചു. ലുഹറും അസറൊക്കെ ലുഹർ കള്ള വീട്ടിൽ നിസ്കരിച്ചു. സുബ പിന്നെ നമ്മൾ ആദ്യം നിസ്കരിച്ചല്ലോ. പിന്നെ അസർ നിസ്കരിച്ചു, കുറച്ച് നേരം ഇരുന്ന് ഓതിയും. ഇങ്ങനെ ഓതിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് എന്താ ഇതിന് മാത്രം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ, ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കണതല്ലോ ഒന്ന് വിചാരിക്കും. അത് ഞാൻ വഴിയെ പറയണ്ടേ. പിന്നെ ഗൈസ് നമുക്ക് കുറേ ഷോർട്സ് 2-3 ദിവസത്തെ കുറേ ഷോർട്സ് അപ്ലോഡ് ചെയ്യാണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ സെക്കൻഡ് സ്റ്റേഡും തേർഡ് സ്റ്റേഡും കുത്തിയൻ്റെ എടുക്കാണ്ട് പിന്നെ എലക്ഷൻ്റെ എടുക്കാണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇടുന്നതാവും. അപ്പോൾ ഗൈസ് എൻ്റെ ബോട്ടിൽ പകുതി ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഞാൻ പകുതിയാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ നിറച്ചതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഞാൻ ഡാൻസ് ഓഗസ്റ്റ് 15-ന് 2 ഡാൻസ് എടുത്തിട്ടുണ്ട്. 5 സോങ്ങാണ് അതിലുള്ളത്. 5 സോങ്ങും പഠിച്ചെടുക്കണം. പിന്നെ കലോത്സവമൊക്കെ അടുത്തില്ല. അപ്പോൾ കലോത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് പഠിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇനിയും ചെയ്യാണ്ട് കേട്ടോ ഗൈസ്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ടൈം ടേബിൾ ഞാൻ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ആയിട്ട് ടിക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വരയ്ക്കണ സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിലിട്ട് വന്നിട്ട് ഞാനൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ടിക്ക് ചെയ്തു. ഞാൻ 16 വട്ടമായി നിങ്ങൾക്കിത് കാണിച്ചു തരുന്നു ഗൈസ്. വെറുതെ ഒരു ഞാൻ ബോക്സ് വരച്ച കാണിച്ചു കേട്ടോ. ബോക്സ് വരച്ചത് അതാണ്. ഇനി നമുക്കും അടയാളപ്പെടുത്താൻ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് കാണാം. അപ്പോൾ ഗൈസ് എൻ്റെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ഡയറിയുടെ ഈ സംഭവമല്ല അന്ന് ട്രൈ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.